നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിനെ കുറിച്ചുള്ള പ്രേംനസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് പ്രേംനസീർ സ്മരണയിൽ പ്രേംനസീർ സാറിൻ്റെ 37ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പ്രേം സ്മൃതി 2026 പ്രശസ്ത നടി ടെസ്നി ഖാൻ പ്രേംനസീറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചിനോട് ചേർത്ത് നിർത്തുന്ന എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രസംഗമൊന്നും കാഴ്ചവെക്കാൻ എനിക്കറിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ലെജൻസായ നമ്മുടെ ശ്രീലത ചേച്ചിയും ശാന്തമ്മ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ഭാഗമായിട്ട് എനിക്കും ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളോർക്കും ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 37 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ സിനിമയിലേക്ക് വന്ന സമയം, അതായത് വൈശാലി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അത് എവർഗ്രീൻ മൂവിയാണ്, ഭയങ്കരമായിട്ട് 100-ൽ കൂടുതൽ ഓടിയൊരു സിനിമയാണ്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഫൈൻ ആർട്സ് ഹോളിൽ നടക്കുകയാണ്. അതിലെ ചീഫ് ഗസ്റ്റ് നസീർ സാറായിരുന്നു. അന്നാണ് ഞാൻ നസീർ എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും കാണാൻ കൊതിക്കുന്ന ആ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫൈൻ ആർട്സ് ഹോളിൽ എൻ്റെ ഫാദർ ഒരു മജീഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാൻ പറ്റും. മാജിക് പ്രൊഫസർ അലിഖാൻ എന്ന പേര്, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന കല ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഈ വൈശാലിയുടെ ഫംഗ്ഷനാണ്. ആ സമയത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന നസീർ സാർ ഇരിക്കുന്നുണ്ട്, മമ്മൂക്ക ഇരിക്കുന്നുണ്ട്, അങ്ങനെ MT വാസുദേവൻ നായർ സാറുണ്ട്. എല്ലാവരും ഇരിക്കുന്നൊരു വേദിയിലാണ് ഞാനന്ന് മാജിക് അവതരിപ്പിക്കുന്നത്. അന്ന് 4 ഐറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ 4 ഐറ്റം എന്ന് പറയുന്ന അന്നൊരു അത്ഭുതമായിരുന്നു. ഇന്ന് അത് ചെയ്താൽ പിള്ളേർ കൂവും. കാരണം ഇന്ന് മാജിക്കൊക്കെ ഔട്ടാക്കി കളഞ്ഞു എല്ലാവരും. അത്രയും നല്ല 4 ഐറ്റം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നസീർ സാർ ഇരുന്ന് കൈയടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. ഇന്നെനിക്കിവിടെ വരാൻ സാധിക്കാമെന്ന് പറയുന്നത് മമ്മിക്ക മുഖാന്തരമാണ് എന്നെ വിളിക്കുന്നത്. സാറിനെ അതുകൊണ്ടാണ് എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയതും. നസീർ സാറ് അത് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് സാറ് സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ എന്നെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. മിടുക്കിയ എന്ന് പറഞ്ഞു. ഞാൻ മിടുക്കിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, മറ്റുള്ളവരാണ് തീരുമാനിക്കുക നമുക്ക് മിടുക്കുണ്ടോ ഇല്ലയോ, കഴിവുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ മാജിക്ക് 4 ചെയ്തപ്പോൾ നീ നന്നായിട്ട് മാജിക്ക് ചെയ്തു. അന്ന് നസീർ സാറിൻ്റെ ഡയറക്ഷനിലേക്ക് കടക്കാൻ പോകുന്നൊരു സമയമായിരുന്നു. ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യുന്നുണ്ടെന്ന് അന്ന് അനൗൺസ് ചെയ്തിരുന്നു വൈശാലിയുടെ ഫംഗ്ഷന്. അങ്ങനെ എന്നെ വിളിച്ചു, കൊള്ളാം, നന്നായിരിക്കുന്നു കേട്ടോ, നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ സ്റ്റേജ് എന്താ പറയുക, എന്തൊരു സൗന്ദര്യം അന്നും കാണാൻ. സാറിനിങ്ങനെ നമ്മളിങ്ങനെ നമസ്കരിച്ച് പോകും. നമ്മളിങ്ങനെ അത്രയും നല്ല സ്വഭാവവും ഒക്കെ നമുക്കിങ്ങനെ ഒന്നും പറയാൻ വാക്കുകളില്ല. സഫാരിയാണ് അന്നിട്ട ഡ്രസ്സ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ബ്രൗൺ സഫാരിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്, 2 പോക്കറ്റ്. സഫാരി അത് പറയാൻ കാരണം എൻ്റെ ഫാദറും സഫാരിക്കാരനാണ്. 4 പോക്കറ്റ് ഉണ്ടാവും. ഈ മാജിക്കാരനായതുകൊണ്ട് ഈ 4 പോക്കറ്റിലും എന്തെങ്കിലുമൊക്കെ ചില്ലറ, പെന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഷെയ്ക്കൻ്റെ കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് അപ്പം മാജിക് കാണിക്കും. അൻസാർക്ക് മുമ്പിലുണ്ട്, അൻസാർക്കൊക്കെ അറിയാം, മാജിക്ക് കാണിക്കാറുണ്ട്. അതിനാണ് ഈ സഫാരി ഇടുന്നത്. നസീർ സാറും എവിടെ ഫംഗ്ഷന് പോയാലും സഫാരിയാണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് സാറ് ഹോസ്പിറ്റലൈസ് ആയി എന്ന് കേൾക്കുന്നതും പിന്നെ മരിക്കുന്നതും. പിന്നെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാറ് മരിച്ച സമയത്ത് ചിറയൻകീഴ് കൊണ്ടുവന്നു. അപ്പം എൻ്റെ സിസ്റ്ററും ഞാനൊക്കെ ഭയങ്കര ഫാൻസാണ് സാറ് എന്ന് പറഞ്ഞാൽ. അപ്പം എങ്ങനെയെങ്കിലും പോകണം. അന്ന് കാറൊന്നുമില്ല. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയി ട്രാൻസ്പോർട്ട് ബസ് പിടിച്ച് ചിറയൻകീഴിക്ക് പോയി. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും മയ്യത്ത് എടുക്കാനുള്ള സമയമായി. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞാൽ 2 കുട്ടികൾ വരുന്നുണ്ട്, ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ഞി മുഖത്ത് വയ്ക്കാൻ പോകുക സാറിൻ്റെ. ഞങ്ങൾ ഓടിച്ചെന്ന് കണ്ട് അല്ലാ എന്ന് പറഞ്ഞ് അവിടെ ദോ ചെയ്തതിൻ്റെ ശേഷം പഞ്ഞി വെച്ചു. ഒത്തിരി സെക്കൻഡ് തെറ്റിയാൽ കാണാൻ പറ്റൂലായിരുന്നു. അങ്ങനെയും ഒരു വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. അല്ലാതെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ലെജൻസുകളെ കാണുക, അവരോടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൽ പിന്നീട് വലിയൊരു ഭാഗ്യം, ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഈ ശ്രീലത ചേച്ചി എന്ന് പറയുന്നത് കോമഡിയുടെ ഏറ്റവും വലിയ, കാരണം നമ്മൾ കാണുമ്പം കോമഡിയിൽ ശ്രീലത ചേച്ചി, ബാസു ചേച്ചി എന്ന് പറയും. ഇന്ന് അങ്ങനെ ഒരു പേര് മലയാള സിനിമയിൽ ഇല്ല. കോമഡി ശ്രീലത ചേച്ചി കഴിഞ്ഞാൽ പിന്നെ കൽപ്പന ചേച്ചിയാണ് വന്നത്. പിന്നെ ആരും ആ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല മലയാള സിനിമയിൽ. അപ്പോൾ അങ്ങനെയുള്ള പേര് ഇവരുടെയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ കോമഡി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്.
പിന്നെ ശാന്തമ്മയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശാന്തമ്മയുടെ കൂടെ സീരിയലും വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമയും വർക്ക് ചെയ്തിട്ടുണ്ട്. ശാന്തമ്മ 2 പുലികളാണ്, സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ആളായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ എറണാകുളത്ത് ഉണ്ടായിട്ടും എനിക്കൊരു സ്ഥാനം തരാമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരുടെയും ബ്ലെസ്സിങ് എപ്പോഴും ഉണ്ടാവണം. പിന്നെ വിനയം എന്ന് പറയുന്ന സാറ് നസീർ സാറിൽ നിന്ന് കണ്ടുപിടിക്കണം. ആ ഒരു എന്താ പറയുക, ഒരാളോട് സംസാരിക്കാൻ ഇപ്പോൾ 2 പടം കഴിഞ്ഞ് 3-ാമത്തെ പടം കഴിഞ്ഞാൽ എന്താണ് അവർ കാണിക്കുന്നത്, എന്താണ് അവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തായാലും വിനയവും കുരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കല നമുക്ക് എന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രേംസ്മൃതി 2026 സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി തെസ്നി ഖാനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.